എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് ലേറ്റായി. ഞാനിപ്പോൾ വൈകുന്നേരമായി. ഇപ്പോഴാണ് ഞാൻ റെക്കോർഡ് ചെയ്യാനിരിക്കുന്നത് കേട്ടോ. റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല അന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ റീഡിങ് എടുത്ത് എന്നൊരു 15-20 മിനിറ്റ്സ് റീഡിങ് എടുത്തിട്ടിടാം എന്ന് വിചാരിച്ചു. ഓക്കെ. അമ്മയുടെ ചെക്കപ്പായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് ഡിലേ ആയത്. ഞാൻ വന്നിട്ടൊരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. പിന്നെ പേഴ്സണൽ റീഡിങ്സിന് അപ്രോച്ച് ചെയ്തവർക്ക് ഒരുപാട് നന്ദി. വളരെ നല്ല റെസ്പോൺസ് ഉണ്ട്. കഴിയുന്നിടത്തോളം ഞാൻ ഇന്ന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ റെസ്പോൺസ് കിട്ടിയതിനൊക്കെ ഇന്ന് ഞാൻ പരമാവധി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അഥവാ ആരുടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലത്തേക്ക് മുന്നേ ഞാൻ അയക്കാൻ ശ്രമിക്കാം. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് ചെയ്തോളൂ. ഞാൻ പലരോടും ടേൺ അറൗണ്ട് ടൈം 2 days എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഹോസ്പിറ്റൽ ചെക്കപ്പ് വന്നതുകൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞത്. ഒരുവിധം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഇന്നലത്തെയും ഇന്നത്തെയും. ഓക്കെ. അപ്പോൾ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചോളൂ കേട്ടോ. ആ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. GPay നമ്പർ വേറെയാണ്. അപ്പോൾ നിങ്ങൾ വാട്സാപ്പിലൊന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി. ഞാൻ അന്നേരം പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാം. അതേപോലെ പേഴ്സണൽ റീഡിംഗ് എടുത്തവർ നിങ്ങൾക്കത് റെസനേറ്റ് ആയെങ്കിൽ, നിങ്ങൾക്കതൊരു നല്ല റെസ്പോൺസ് കിട്ടിയെങ്കിൽ അതൊന്ന് കമൻറ്റിൽ ഇട്ടേക്കൂ കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് കാണാമല്ലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്നിപ്പോൾ 1-ാം തീയതി ആയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർക്ക് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കാം. ഷോർട്ട് റീഡിംഗ് ആണ്, ഡീറ്റെയിൽ റീഡിംഗ് പിന്നീട് ചെയ്യാം. ആൽഫബറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത് പിന്നീട് ഞാൻ ചെയ്തു തരാം. ഇന്ന് കുറച്ച് കാർഡ്സ് എടുത്തിട്ട് ഷോർട്ട് റീഡിംഗ് കേട്ടോ. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും ഇടയിൽ ഇപ്പോൾ ഈ മാസം തുടക്കമാണ്, സെപ്റ്റംബർ തുടക്കമാണ്. അപ്പോൾ അവിടെ എന്താണ് സിറ്റുവേഷൻ, എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. അല്ലാതെ നെഗറ്റീവ് എന്തെങ്കിലും വന്നാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് അയ്യോ ഇതെനിക്കുള്ളതാണോ അങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എല്ലാം എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് പേഴ്സണൽ റീഡിങ്ങിൽ കൂടെ മാത്രമേ അത് നിങ്ങളുടെ മാത്രം റീഡിംഗ് ആണെന്ന് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണെന്നൊന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് എന്നൊന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് സിറ്റുവേഷൻ ഒന്ന് കാണിച്ചു തരും. എടുക്കട്ടെ. 2 of Swords, കൾട്ടിക് ഒന്നും അല്ല, സ്ട്രെയിറ്റ് കേട്ടോ. 6 of Pentacles, Temperance, Hierophant. മാറ്റി വെച്ച് നോക്കുന്ന ചില കാർഡ്സ് എടുക്കുമ്പോൾ അത് കാണിക്കാൻ പാടില്ലാത്ത കാർഡ്സ് ആണ്, അത് ഇഷ്യൂ ആവും. അതുകൊണ്ടാണ് 3 of Cups, 4 of Pentacles, 9 of Swords, 7 of Wands, Page of Wands, the Tower. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് കാണുമ്പോൾ? നിങ്ങൾ കുറേ നാളായില്ലേ എൻ്റെ റീഡിങ് കാണുന്നു. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന്? ആള് ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഒട്ടും സന്തോഷത്തിലല്ല തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവർ കേട്ടോ. ക്രോസ് റോഡ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. കാരണം നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതുണ്ട് അവിടെ. ഞാൻ അന്ന് രാശികളൊന്നും പറയാൻ പോകുന്നില്ല കേട്ടോ. അതേപോലെ നിങ്ങളുടെ തേർഡ് പാർട്ടിയെ ഇവർ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഫാമിലിയാണ്, ഫാമിലി ആയിരിക്കാം, സ്പൗസ് ആയിരിക്കാം. അപ്പോൾ അവിടെ ഒരു ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ ഒരുമിച്ച് പള്ളി, അമ്പലം, കുടുംബ പ്രാർത്ഥന അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ പറയുക, ഫാമിലി ആയിട്ട് അങ്ങനെ തുടർന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതൽ അറിയാം. അവിടെ പ്രാർത്ഥന, ബ്ലെസ്സിങ് എന്നൊക്കെയാണ് കാണുന്നത്, ഒരുമിച്ചുള്ള പ്രാർത്ഥന അങ്ങനെയൊക്കെ. ഹെയറോഫൻറ്റ് വെച്ചിട്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്
സൊസൈറ്റിയുടെ മുന്നിൽ ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ഇവർ ഭാവിക്കുകയാണ്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവില്ല ഇവിടെ പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷേ പുറമേക്ക് ഇങ്ങനെ വളരെ സോഷ്യൽ ലൈഫ് ജീവിച്ചു പോവാണ്. അവർ വരും, ഭക്ഷണം കഴിക്കും, ഉറങ്ങും, അങ്ങനെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ട് അങ്ങനെ അങ്ങ് പോവാണ്. കാരണം റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഇവർക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ സോഷ്യൽ നോംസൊക്കെ അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഇവർ അങ്ങനെ പുറമേക്ക് അഭിനയിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ചിലർക്ക് വീട്ടിൽ ഗസ്റ്റ്, ഇപ്പോൾ ഈ സമയം ഗസ്റ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവരുമായിട്ട് സോഷ്യലി സംസാരിച്ച് പോകുന്നു. അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ തന്നെ ഇവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അതായത് സ്പൗസസ് തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അവർ സാധാരണമായിട്ട് ഒരു ലൈഫ് എങ്ങനെയാണോ അത് പോകുന്നു, സംസാരിക്കുന്നു, ഒരു ഫ്രണ്ട്ലി ആയിട്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. അതേപോലെ 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവരുടെ സ്പൗസിൻ്റെ അടുത്ത്, തേർഡ് പാർട്ടി അവിടെ സ്പൗസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഇത് ഏത് തരം തേർഡ് പാർട്ടിയും ആവട്ടെ, സ്പൗസ് ആണോ പാരൻസ് ആണോ എന്തോ ആവട്ടെ, അവിടെ അവർ പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്നും തുറന്ന് അവരുടെ അടുത്ത് പറയുന്നതായിട്ട് കാണുന്നില്ല. അതേപോലെ 9 ഓഫ് സ്പോട്സ് വെച്ചിട്ട് ഇവർ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടാണ് ഇവരുടെ കുടുംബജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ ഇത് പാരൻസിൻ്റെ കൂടെ ആവാം, സ്പൗസിൻ്റെ കൂടെ ആവാം. 2 സിറ്റുവേഷനിലായാലും അവരവിടെ അവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻസൈറ്റി ഉണ്ട്, ഉറക്കമില്ലായ്മയുണ്ട്, ടെൻഷൻ ഉണ്ട്, ഭയങ്കര വഴക്ക്, അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഇവർ വല്ലാതെ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ പലരും ഇവരുടെ സ്പൗസിനെ സാബോട്ടാജ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നത്. ഇത് ഇമോഷണൽ സാബോട്ടാജ് ആയിരിക്കാം കേട്ടോ. അതായത് വാട്സാപ്പിൽ നിന്നൊന്നും ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. ഇവർക്കൊരു മെൻ്റൽ ബ്ലോക്കേജാണ് അവിടെ. ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും അവിടെ താല്പര്യമില്ല. അതുകൊണ്ട് അവരുമായിട്ടൊരു കണക്ഷനെ അവർ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് അവിടെ കണക്ഷൻ കിട്ടുന്നത് കേട്ടോ. അതായത് അവരുണ്ട്, ഒരുമിച്ചൊരു വീട്ടിലുണ്ട്. അതായത് പാരൻസുകളുടെ ആവട്ടെ സ്പൗസിൻ്റെ അടുത്ത് ആവട്ടെ, കൂടുതലും സ്പൗസായിട്ടാണ് അവിടെ കാണുന്നത്. അവിടെ അവർ ആ ഒരു കണക്ഷനെ ഉണ്ട് അവിടെ എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഒരു ഭയങ്കര ഒരു കണക്ടിവിറ്റി, ഒരു ഇമോഷണൽ കണക്ടിവിറ്റി അവിടെ കാണുന്നില്ല. ഓക്കെ, പേജ് ഓഫ് ഫോൺസ് വെച്ചിട്ട് ഇവരുടെ സ്പൗസ് ഇവരുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അവരാരോട് സംസാരിക്കുന്നു, എത്ര നേരം സംസാരിക്കുന്നു, ആർക്കാണ് ഈ മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെ ഇവരുടെ സ്പൗസ് ഇവരെ വല്ലാതെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവരതിൽ ഒട്ടും ഹാപ്പി അല്ല എന്നും കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാവാം, അതുമായിരിക്കാം കേട്ടോ. എന്നിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് സ്ട്രെസ്ഡ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. ടവർ മൂവ്മെൻറ്റ് വെച്ചിട്ട് അവിടെ ഒരു ഇവർ കാരണം നിങ്ങളുടെ ഇടയിലൊരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവരുടെയും സ്പൗസിൻ്റെയും ഇടയിലൊരു ടവർ മൂവ്മെൻ്റ് ആണ്. ടവർ മൂവ്മെൻറ്റ് പറയും ഇമോഷണൽ ഡിസ്കണക്ടിവിറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. ഇമോഷണലി ഇവർ പരസ്പരം ഒരു എന്താ പറയുക വിട്ടു നിൽക്കുന്നതായിട്ട് കാണുന്നു. അവിടെ ഒരു സ്നേഹം അങ്ങനെയൊക്കെ വേണ്ടേ, ഒരു കണക്ഷൻ. ഒരു സ്പൗസ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇമോഷണൽ കണക്ഷൻ അവിടെ വേണം അല്ലേ? അത് ഇല്ലാത്ത പോലെ അവരുടെ ബന്ധത്തിൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പ്രഥമ ദൃഷ്ട്യാ നിങ്ങളുടെ പേഴ്സൺ അവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് അത്ര ഹാപ്പി ആയിട്ട് തോന്നുന്നില്ല. ഗിവ് മി സം മോർ കാർഡ്സ്. അതിന് മുന്നേ ടെമ്പറൻസ് ഒന്ന് ക്ലാരിഫൈ ആയിട്ടെ. ക്ലാരിഫൈ ടെമ്പറൻസ് പ്ലീസ് ഡിവൈൻ. പ്ലീസ് ക്ലാരിഫൈ ടെമ്പറൻസ്. Please clarify temperance. Temperance. കാർഡ്സ് കയ്യിൽ നിന്ന് ചാടിപ്പോകുന്നു. അതായത് ഇവരുടെ സ്പൗസ് ഇവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അവിടെ ഇവരെ സമാധാനിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇവരെ സമാധാനം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അതായത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. എന്തിനാണ്? ഇവരെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ. ഇവരെ ദേഷ്യം പിടിപ്പിച്ച് അത് ഇവർക്ക് അവരെ പേടിയാണെന്ന് തന്നെ വെച്ചോളൂ. ഈ തേർഡ് പാർട്ടി ഇവർക്ക് കുറച്ച് പേടിയുണ്ട്. അപ്പോൾ ആ ഒരു ബാലൻസ് ലൈഫിൽ ഉണ്ടാവട്ടെ, വലിയ ഇഷ്യൂസിലേക്കൊന്നും പോവണ്ട എന്ന് വിചാരിച്ചിട്ട്
അവരെ എങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ കാണുന്നത്. ഗിവ് മി സം മോർ കാർഡ്സ് ഡിവൈൻ, ഗിവ് മി സം മോർ കാർഡ്സ്, ഗിവ് മി സം മോർ കാർഡ്സ്. ഓക്കെ, ഇവരിൽ പലരും ഒരുപാട് കാലമായിട്ട് ഒരുമിച്ച് ഇരിക്കുന്നവരായിരിക്കും. ഇവർക്ക് ഒരുപാട് മെമ്മറീസ് ഇവരുടെ ലൈഫിലുണ്ട്. അതായത് ഈ തേർഡ് പാർട്ടിയും ഇവരുമായിട്ട് ഒരുപാട് മെമ്മറീസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഇവരുടെ റിലേഷനും കൂടി ആയിരിക്കാം. ലൈക്ക് റിലേഷനിൽ തന്നെ കല്യാണം കഴിക്കില്ലേ, അപ്പം അതൊക്കെ ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. ഇവർക്ക് അവരെ വിട്ടു പോരണമെന്ന് വിചാരിച്ചാൽ പോലും ഇവർക്കതിന് സാധിക്കില്ല. കാരണം അവിടെ ഈ ബന്ധങ്ങൾ കിടക്കുന്നുണ്ട്. അവിടെ അവരവിടെ സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായിട്ടും അതുകൊണ്ടാണ് അവരൊരു ജഗ്ലിങ് വരുന്നതും ഇവർ കുറച്ച് സമാധാനപരമായിട്ട് അവിടെ പോകാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നത്. ഓക്കെ, കാരണം മറ്റുള്ളവർ ഇവരുടെ ലൈഫിൽ ഈ ലൈഫിൽ കണക്റ്റഡ് ആണ്. അതായത് ഇവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ഇവരുടെ ലൈഫിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ അവരെ തള്ളി പറഞ്ഞിട്ട് ഇവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാരണം ഉള്ളത് കൊണ്ടാണ് അവരവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ ശ്രമിക്കുന്നത്. സം മോർ കാർഡ്സ്. വല്ലാത്ത വിഷമത്തിലും പെയിനിലുമാണ് ഇവർ. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും സഹിച്ച്, കാരണം മാനസിക വേദന നാച്ചുറലി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു മാനസിക വേദനയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫിസിക്കലിയും ഇവർക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഒരു വീഴ്ചയോ പനിയോ ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ സം മോർ കാർഡ്സ്, സോറി, സം മോർ കാർഡ്സ് ഡിവൈൻ. ഞാനൊരു നിമിഷം എന്തോ ആലോചിച്ചിരുന്നു. സം മോർ കാർഡ്സ് ഡിവൈൻ. ഇവരുടെ തേർഡ് പാർട്ടി ഇവരുടെ അടുത്തുനിന്ന് ഒരുപാട് ഫൈനാൻസസ് ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് എത്ര പൈസ കൊടുത്താലും ഇവർക്ക് പോരാ എന്നൊരു സിറ്റുവേഷൻ അവിടെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് ഒരു ആക്സിഡൻറ്റോ എന്തോ ദേഹാസ്വാസ്ഥ്യം എന്തോ ഉള്ളതായിട്ട് അവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ചെറിയ പനിയായിരിക്കും, അല്ലെങ്കിൽ കാല് വേദന, മുട്ട് എവിടെയെങ്കിലും ഇടിക്കുക, ഓക്കെ, കാലിന് പരിക്ക് പറ്റുക, തലയിടിച്ച് വീഴുക, അങ്ങനെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി കൂടെ അവർ കടന്നു പോകുന്നതായിട്ട് കാണുന്നു. കാരണം ഇവരുടെ സ്പൗസ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇവരുടെ അടുത്തുനിന്ന്. ചിലർ ഒരു കേസിൽ കൂടി കടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അവരതിൻ്റെ സെറ്റിൽമെൻറ്റിന് വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ചിലർ അവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് ഒട്ടും രമ്യതയിലല്ല. അവർ എന്നാൽ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ഡീല് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. ദേഷ്യത്തിൽ, അതായത് വലിയ കണക്ഷനൊന്നും ഇല്ല, അവർ വീട്ടിൽ ഇരിക്കേണ്ട എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവിടെ വലിയ കണക്ഷനൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. അവരങ്ങനെ ഒരു പ്രാക്ടിക്കലി അങ്ങ് ഡീൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മാനസികമായിട്ട് ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്. ചുറ്റും ആൾക്കാരുള്ളപ്പോഴും അവർ വല്ലാതെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലർ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. ഇവർ കുറച്ച് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അതിനൊക്കെ സോഷ്യൽ സ്റ്റാറ്റസ് അതിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഫാമിലി തുടർന്ന് കൊണ്ടുപോയാൽ മതിയാവൂ അതായത് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തുടർന്ന് കൊണ്ടുപോയാൽ മതിയാവൂ എന്നുള്ള സിറ്റുവേഷനിൽ ചിന്തിക്കുന്നവരാണ്. ഇവർ വളരെ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുന്ന ആൾക്കാരാണ്. റെസ്പോൺസിബിലിറ്റീസിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആ സിറ്റുവേഷൻ തുടർന്ന് പോകട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ചിലർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് അവരുടെ വഴക്ക് വെക്കാനൊന്നും വേണ്ട എന്ന് വിചാരിച്ച് സംസാരം തന്നെ കുറച്ച് അവിടെ മിണ്ടാതെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരുന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലർ എന്നും വഴക്കുമാണ്. അവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് സ്ഥിരമായിട്ട് വഴക്കിടുന്ന ആൾക്കാരും അവിടെ കാണുന്നുണ്ട്. ലാസ്റ്റ് കാർഡ്, അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളുടെ പ്രസൻസ് അവിടെ വളരെ, അതായത് ഇപ്പോൾ നമ്മൾ നോക്കുന്ന അവർക്ക് തേർഡ് പാർട്ടിയോടുള്ള റിലേഷൻ എങ്ങനെയെന്നാണ്. അപ്പോൾ അതിൽ മൂന്നാമതൊരു ഘടകമായിട്ട് വരുന്നത് നിങ്ങളാണ് അല്ലേ. നിങ്ങൾ ആ റിലേഷനിൽ മൂന്നാമത് ഒരാളാണ്. അപ്പോൾ അവിടെ കാണുന്ന നിങ്ങളുടെ പ്രസൻസ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനെ ചൊല്ലിയാണ് ഇവർ തമ്മിൽ വഴക്കിടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ. ഓക്കെ, ചിലർ ഒരു മെഡിറ്റേറ്റീവ് എനർജിയിൽ ഒന്നും മിണ്ടാതെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോയില്ലേ. ക്ഷമയോടൊരു ഭാഗത്തിരുന്നിട്ട് അവിടെ എന്തെങ്കിലും നടന്നോട്ടെ, എനിക്ക്
ഞാനിതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവിടെ വഴക്കിടുകയോ സംസാരിക്കുക എന്താ വെച്ചാൽ ചെയ്യുക, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ചില മനുഷ്യരിയ്ക്കില്ലേ. അങ്ങനെയും ചിലർ നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനെ ഡീൽ ചെയ്ത് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ മനസ്സിലേക്ക് എടുക്കാതെ ആ സിറ്റുവേഷനെ കുറിച്ചൊന്നും വളരെ ബോധറേഷൻ മനസ്സിലേക്ക് എടുക്കാതെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നവരും ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ കണക്ഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് നമ്മൾ നോക്കി. വേറെ എന്താണ്, ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ഞാൻ നിങ്ങൾക്ക് തന്നില്ലല്ലോ രാവിലെ. അപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജസ് കൂടി തേർഡ് പാർട്ടിയുടെ അടുത്ത് അവരൊട്ടും സുഖത്തിലല്ല നമ്മൾ കണ്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കുള്ള മെസ്സേജസ് ഞാൻ ഈ റീഡിങ്ങിൽ തന്നെ എടുത്തു തരാം. നിങ്ങൾ മെസ്സേജസ് കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. ഇവിടെ തന്നെ ഷഫിൾ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിനുള്ള മെസ്സേജസ് എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡെയിലി മെസ്സേജസ് എന്താണ്, എൻ്റെ വ്യൂവേഴ്സിനുള്ള വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡെയിലി മെസ്സേജസ് എന്താണ്, എൻ്റെ വ്യൂവേഴ്സിനുള്ള ഡെയിലി മെസ്സേജസ് എന്താണ്, പ്ലീസ് ഒന്ന് പറഞ്ഞു തരൂ. നല്ല മെസ്സേജസ് തരൂ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡെയിലി മെസ്സേജസ് ഫോർ മൈ വ്യൂവേഴ്സ്. എടുക്കട്ടെ. 3 of Wands, ചിലർക്കെങ്കിലും ഒരു യാത്ര ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്ന് കാണുന്നു. പ്രോബബ്ലി അവരുടെ ഫാമിലിയുടെ ഒപ്പം ആയിരിക്കും അവരുടെ യാത്ര പോകുന്നത്. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. അവരാരുടെ കൂടെ യാത്ര പോകുന്നു എന്നുള്ളതൊന്നും അല്ല അവിടെ വിഷയം. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രതി ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം അവരുടെ ഫാമിലിയുടെ കൂടെ യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും എന്നുള്ളത് അവർക്കറിയാം. അതിനെക്കുറിച്ച് അവർ വിഷമിക്കുന്നതായിട്ടും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ദേ വോണ്ട് ടു സേ ഐ ലവ് യു. ലവേഴ്സിൻ്റെ കാർഡാണ് ഇത്. എന്തായാലും വരുമെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങളെ സമാധാനിപ്പിച്ച് നിർത്തണ്ടേ. കാരണം അവർ ഫാമിലിയുടെ കൂടെ യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങളെ സമാധാനിപ്പിച്ച് നിർത്തണ്ടേ. അപ്പോൾ എന്ത് പറയണം? ഐ ലവ് യു പറയണം അല്ലേ? ഓക്കെ, അടുത്തത് നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ ഇവർ തിരിച്ചും ആലോചിക്കുകയാണ്. നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നവർ ആലോചിക്കുകയാണ്. അടുത്ത കാർഡ് 2 of Pentacles, ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും നാച്ചുറലി. കാരണം ഫാമിലി അവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു ജഗ്ലിങ്ങിൽ കൂടെ പോകുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ വിളിക്കണം, സംസാരിക്കണം എന്ന്, നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്നിവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ഒരു പക്ഷേ പലർക്കും ഇന്നൊരു മെസ്സേജോ കോളോ നിങ്ങളുടെ പേഴ്സൺ നേരിട്ടോ വരാൻ സാധ്യതയുണ്ട്. പേജ് ഓഫ് കപ്സ്, വീണ്ടും മെസ്സേജ്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റി ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ തേർഡ് പേഴ്സൺ അവിടെ കൂടെ ഉള്ളത് കൊണ്ട് ഇവർക്ക് മെസ്സേജ് നേരിട്ട് അയക്കാൻ സാധിക്കുന്നില്ലായിരിക്കും. പക്ഷേ ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. അതുവഴി ഇവർ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവർ പറയുന്ന ഒരു പക്ഷേ ഒരു സ്റ്റാറ്റസ് ആയിരിക്കും അപ്ഡേറ്റ് ചെയ്തിടുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും ജനറലി നിങ്ങൾക്ക് നേരിട്ട് അയച്ചതാണോ അല്ല, പക്ഷേ ഒരു ജനറലി എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ അത് നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജാണ് എന്നുള്ള രീതിയിൽ അവർ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഒക്കെ ഇടുന്നുണ്ടായിരിക്കും. 4 of Cups, നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഒരുപാട് മിസ്സിങ് എനർജിയാണ് അവിടെ കാണുന്നത്. Knight of Cups, ഇവർ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ഷമാപണമൊക്കെ ആയിട്ട് ഇവർ നിങ്ങളെ കാണാൻ വരും കേട്ടോ. ചിലപ്പോൾ ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും. കാരണം നിങ്ങൾ ദേഷ്യത്തിലായിരിക്കുന്നത് ഇവർക്ക് അറിയാം. 4 of Pentacles, നിങ്ങളെ പ്രതി പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ അപ്ഡേറ്റ്സിൽ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതോ അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഒരു അപ്ഡേറ്റോ ഫോട്ടോയോ ഒക്കെ ഇടുന്നുണ്ടാവും. അതൊക്കെ കണ്ടിട്ട് ഇവർ കുറച്ച് ജലസ് ആവുന്നതായിട്ടും ഇൻസെക്യൂർ ആവുന്നതായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നു. പേജ് ഓഫ് വാൻസ്, വീണ്ടും മെസ്സേജാണ് കാണുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇവർ നിങ്ങളുടെ ഓൺലൈൻ ആക്ടിവിറ്റി നല്ലപോലെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അതേപോലെ ഈവൻ യൂട്യൂബിൽ നിങ്ങൾ മെമ്പേഴ്സ് ആണെങ്കിൽ അതായിരിക്കാം. അല്ലെങ്കിൽ വേറെന്താണ്, വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ്, DP അപ്ഡേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെയാണ് അവർക്ക് ജലസി ഫീൽ ചെയ്യുന്നത് കേട്ടോ. വേറെ എന്താണ്, 2-3 മെസ്സേജുകൾ എടുക്കാം അല്ലേ? 3 more messages divine, 3 more messages for my viewers. 9 of Cups,
നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ലഭിച്ചാൽ അവർ ജീവിതത്തിൽ എല്ലാം ലഭിച്ചതുപോലെയാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നു എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് മെസ്സേജ് ഫോർ മൈ വ്യൂവേഴ്സ് ഡിവൈൻ. ലാസ്റ്റ് മെസ്സേജ് ഫോർ മൈ വ്യൂവേഴ്സ്. ക്വീൻ ഓഫ് വാൻസ് നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡുമാണ്. അതേസമയം അവർ നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റോടെയാണ് അവിടെ കാണുന്നത് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങൾ വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരാളാണ്, അത് ഇവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് എംപ്രസ് കാർഡായിരുന്നു. എംപ്രസ് വെച്ചിട്ട് നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇവരുടെ ലൈഫിൽ ആരുമില്ല, ഒന്നുമില്ല എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളവരുടെ ലൈഫിൽ എംപ്രസ് സാന്നിധ്യമാണ്. ഇവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല, എനർജിയാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. നിങ്ങൾ അവർക്ക് കൊടുത്ത കെയർ, സ്നേഹം ഒന്നും ഇവർ മറ്റാരുടെ കയ്യിൽ നിന്നും അനുഭവിച്ചിട്ടില്ല. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് എന്ന് തന്നെയാണ് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ്. ഓക്കെ, മതിയല്ലോ ഇന്നത്തെ മെസ്സേജസ്. രാവിലെ ഷോർട്ട്സ് ഇടാൻ പറ്റിയില്ല, സോറി. അപ്പോൾ ഇന്ന് ഇങ്ങനെ മെസ്സേജസ് കേട്ടുള്ളൂ. ഓക്കെ, നല്ല മെസ്സേജസ് ആയിരുന്നില്ലേ? ഓക്കെ, അപ്പോൾ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് അയച്ചോളൂ. പേഴ്സണൽ റീഡിങ് വേണ്ടവർ. ഞാൻ ടേൺ അറൗണ്ട് ടൈം മാക്സിമം 2 days എന്ന് പറയും. പരമാവധി സെയിം ഡേ തന്നെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കും കേട്ടോ. ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് ഇന്നൊരു ഹോസ്പിറ്റൽ പ്രശ്നം വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ രാവിലെ സമയം കിട്ടും, നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വേണ്ടവർ അപ്രോച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പം അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഹൈപ്പും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. നാളെ ഒരു ഡീറ്റെയിൽഡ് റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. ബൈ.